ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് തന്നെയാണ് കുട്ടികളെ നയിച്ചത്. അല്ലേ? എന്താന്ന് പറയാൻ പറ്റോ? ആൾക്ക് ഫോണ് വരുന്നു, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഫോണ് വരുന്നു, അല്ലെങ്കിൽ ബാപ്പമാർക്ക് ഫോണ് വരുന്നു. നല്ലൊരു ഇന്റർനെറ്റ് സംവിധാനമുള്ള ഫോൺ. എന്തിനാണ് ഇന്റർനെറ്റ് സംവിധാനം? ഇവിടുന്ന് ബാപ്പ വിളിക്കുമ്പോൾ അസ്സലാമു അലൈക്കും മോളെ സുഖം തന്നെ എന്ന് ചോദിക്കുമ്പോൾ അതിക്ക് മറുപടി പറയാനുള്ള ഫോണ് പോലെ, അല്ലെങ്കിൽ ആങ്ങളാർ വിളിക്കുമ്പോൾ ആങ്ങളാരോട് സുഖം തന്നെ എന്ന് പറയാനുള്ള ഫോണ് പോലെ പോരാ. കാരണം മറ്റുള്ളവരുമായിട്ട് മുഖാമുഖം സംഭാഷണം നടത്താനും രഹസ്യമായിട്ട് ഓരോ റൂമും പണിഞ്ഞു കൊടുത്തിട്ട് ബംഗ്ലാവും എടുത്തിട്ട് ബാപ്പമാരിവിടെ കഷ്ടപ്പെടുന്നത് ഒരു മക്കളും ചിന്തിക്കാറില്ല. ഏതാണ് നെറ്റി? ഇന്റർനെറ്റ്. എന്റെ മോളെവിടെ പഠിക്കുന്ന കമ്പ്യൂട്ടർ. എന്റെ മോള് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിന് പോകും. നല്ല തന്നെ പഠിക്കണം, പഠിപ്പിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ പഠിപ്പിക്കുമ്പോഴും എന്റെ മകളുടെ പ്രവർത്തനം എന്താണ് എന്ന് വീക്ഷിക്കാൻ ബാപ്പമാർക്ക് സമയമുണ്ടായിരിക്കണം, സമയം കണ്ടെത്തണം. അത് ബാപ്പയല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഉമ്മമാര് കണ്ടെത്തണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഫോണും കൊടുത്ത് ഒരു കമ്പ്യൂട്ടറും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നാളെ മത്സരയിൽ വെച്ച് പടച്ചനോട് ഉത്തരം പറയേണ്ടി വരും. കേട്ടോ, ഇതൊരു ബാപ്പമാരും ചിന്തിക്കാറില്ല, ഇതൊരു ഉമ്മമാരും ചിന്തിക്കാറില്ല, ഇതൊരാങ്ങളമാരും ചിന്തിക്കാറില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തയച്ച 26,000-ന്റെയും 16,000-ന്റെയും കമ്പ്യൂട്ടർ ഗുണമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അതിന് എത്രയോ വിപരീതമായ പ്രവർത്തനമാണ് നിങ്ങളുടെ മക്കൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കാറില്ല. കേട്ടോ, അയലക്കത്തെ വീരുമായിട്ടുള്ള സംഭാഷണം, അയലക്കത്തെ സെവീറുമായിട്ടുള്ള സംഭാഷണം അല്ല. അയലക്കത്തെ സെവീറിന്റെ പേര് മാത്രമാണ്. വെള്ളിയാഴ്ച രാവാകുമ്പോഴും ബുധനാഴ്ച രാവാകുമ്പോഴും ഇന്റർനെറ്റിന്റെ മുമ്പിൽ നിന്ന് കൊണ്ട് ജപ്പാനിലുള്ള ചെക്കനുമായിട്ട്, ഗൾഫിലുള്ള ചെക്കനുമായിട്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള ചെക്കനുമായിട്ട് മകൾ ഇന്റർനെറ്റ് സംവിധാനത്തിൽ കൂടി സംഭാഷണം നടത്തി അവരപ്പുറവും ഇപ്പുറവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇനിയെങ്കിലും അങ്ങോട്ട് കുറച്ചാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഇന്റർനെറ്റിനേക്കാൾ എത്രയോ വലിയ ഇന്റർനെറ്റ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഇല്ലാന്ന് പറയാൻ പറ്റോ? ായ മലക്ക് ജിബിരിയിൽ ആദ്യമായി അള്ളാഹുവിന്റെ റസൂലിന് ഇന്റർനെറ്റ് സംവിധാനമായിട്ടാ വന്നത്. പഠിക്കാത്ത കാലഘട്ടത്തിൽ, ഓതാൻ പോകാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ഗുഹയിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണവായ മലക്ക് ജിബിരിയിൽ വന്നുകൊണ്ട് ആദ്യമായി ഉണർത്തിയത് ഇക്ര മുഹമ്മദെ വായിക്കൂ എന്നാണ്. ആരായിരുന്നു വായിക്കുന്നത്? ഉദാഹരണെടുത്തിട്ട് ആരെയും മറക്കി നോക്കാറുണ്ട്. കാരണം ഇന്ന് സംവിധാനം മാറി. മുമ്പെല്ലാം എല്ലാ വീട്ടിന്റെ മുമ്പിൽ ഒരു കുരിശ് കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നേരെ മാറി. ആ കുരിശ് സംവിധാനം എല്ലാവരും എടുത്ത് മാറ്റി. ഇപ്പൊ അതിനുശേഷം ഒരു തലയിക്കെട്ട് കൊണ്ടാണ് വലിയൊരു കൊട കൊണ്ടുവന്ന് കൊടയുമായിട്ട് കളിച്ച് ലാസ്റ്റ് കൊടയങ്ങ് നിർത്തി. ഇപ്പൊ എന്താ സംവിധാനം? റബ്ബറിന്റെ പാലടിക്കുന്ന മരത്തിന് കെട്ടുന്ന ഒരു ക്യാന് പോലത്തെ ഒരു സാധനം ഓരോ വീട്ടിന്റെയും മുൻവശത്തേക്ക് കൂടി പോകുമ്പോൾ ഓരോ തൂണിന് കെട്ടിയിട്ട് കാണാം. എന്താ സംവിധാനത്തിന്റെ പേരിടോ? കേബിൾ സംവിധാനം. കേബിൾ ഇല്ലാഞ്ഞാൽ പിന്നെ അടുത്ത വീട്ടിലേക്ക് മാറ്റി. കാലത്തിന്റെ പോക്ക് എവിടെയാണ്? മാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലേതാണ്? കന്യത്ത് ഉസ്താദ് ക്ലാസ് ദർസ് നടത്തിയ മഹല്ലാണ് മാട്ടൂർ മെഹദീൻ പള്ളി. കന്യത്ത് ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലം.
ഇന്നാണ് ഏതെങ്കിലും വീട്ടിന്റെ വെള്ളമേലേക്കൊരു വെള്ളിയാഴ്ച രാത്രി പോകും, എവിടെയെങ്കിലും ഒരു രാത്രി പോകുന്നത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ വെച്ചിരിക്കുന്നത്? ക്രിക്കറ്റ്. ഇന്ന് ബാംഗ്ലൂരിൽ നടക്കുന്ന ക്രിക്കറ്റിങ്ങനെ വെച്ചിട്ട് ഉള്ളവെള്ള ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഓർക്ക് പള്ളിയിൽ പോകാനോ ഓടാനോ ഇരിക്കാനോ അതൊന്നല്ല വിഷയം. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസമായാൽ അതൊന്നല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ബാംഗ്ലൂരിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി. അതിനു വേണ്ടി പാപ്പ വരുമ്പോൾ ചോറില്ലെങ്കിലും പ്രശ്നമില്ല, ആങ്ങള വരുമ്പോൾ ദാസമില്ലെങ്കിലും പ്രശ്നമില്ല. അവർക്ക് വേണ്ടതെന്താണ്? ക്രിക്കറ്റ്. എന്റെ പാപ്പ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരില്ല, പെട്ടെന്ന് ചോറാക്കിയിട്ട് വെക്കാം എന്നുള്ള സംവിധാനം, അല്ലെങ്കിൽ അസുഖ വാങ്ങി കൊടുക്കാനല്ല കയറിയിട്ട് അസുഖിക്കാം, അങ്ങനെയുള്ള ചിന്താഗതിയല്ല നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കുള്ളത്. കുട്ടികളെന്നല്ല എല്ലാവരെല്ലാം കണക്കൻ കണക്കത്തമാവാത്തി. കാരണം നീക്കൊണ്ടിരിക്കുന്ന കണ്ട് അറിഞ്ഞു മടുത്തു നിൽക്കുന്ന ആളാണ്. കുറെ കാലമായിട്ട് കാണാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ഗവേഷണം നിങ്ങൾ നടത്തണ്ട, നമ്മൾ നടത്തിയ നമ്മൾക്ക് മനസ്സിലാകുന്നു. ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരനായാലും ജപ്പാൻകാരനായാലും ഗവേഷണം നടത്തിയാൽ ഇന്നിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്നിപ്പോ ഒരു ഗർഭിണിയായ സ്ത്രീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണ്? സിസേറിയൻ. എന്താ സിസേറിയൻ? സിസേറിയൻ ഓപ്പറേഷൻ വേണം. എന്തുകൊണ്ടാണ് പറയുന്നത്? ഗർഭിണിയായ പെൺകുട്ടികൾ മാനസികമായി ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ക്രിക്കറ്റ് കളി കണ്ട് 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 ക്രിക്കറ്റിന്റെയും മറ്റുള്ള വയസ്സിന്റെയും കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ ചലനങ്ങൾ മാറുകയാണ്. ഓട്ടോമാറ്റിക് മനസ്സിന്റെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധ മുഴുവനും ടിവിയിലേക്കായിക്കൊണ്ടിരിക്കുമ്പോൾ വയറ്റിലുള്ള കുട്ടിയുടെ ചലനവും മാറുകയാണ്. പ്രസവിക്കുമ്പോൾ സുഗമപ്രസവം ഉണ്ടാകണമെങ്കിൽ കുട്ടിയുടെ തല പുറത്തേക്ക് വരണം, തലയായിരിക്കണം വരവ്. എന്നാൽ ഇന്നെങ്ങനെ വരുന്നത്? ബോളിങ്ങിലാണ്. ക്രിക്കറ്റ് മാനസികമായി ഉമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ശ്രദ്ധയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ കൈയാണ് ബോളിങ്ങിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് പഠനം നടത്തിക്കോ. ക്രിക്കറ്റ് കളി കാണുന്ന ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും അത് കാണാത്ത പെൺകുട്ടികളുടെയും പ്രസവത്തെ കുറിച്ച് ഏത് ഡോക്ടർമാരാണ് ഗവേഷണം നടത്തുന്ന ആർട്ടിക്കോ ഞാൻ പറഞ്ഞത് യാതൊരു സംശയമുണ്ടോ? ഓട്ടോമാറ്റിക് മനസ്സിന്റെ, അതായത് പ്രവർത്തനം, ശ്രദ്ധ മുഴുവനും ടിവിയിലേക്ക് മാത്രമാകുമ്പോൾ അതിന്റെ ആ പ്രവർത്തനത്തിനെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ നടക്കാൻ. സംശയണ്ട. ഇന്ന് കുട്ടികൾ വരുന്നത് ബോളിങ്ങിലാണ്. അതുകൊണ്ടാണ് ഈ സിസേറിയനും ഓപ്പറേഷൻ ഭീഷണി. മുമ്പേ ഉള്ളത് മാതിരി അനങ്ങാതെ കണ്ടിരുന്നു ആവശ്യത്തിനുള്ള ഖുർആൻ ഖിറാഅത്തും ദിക്റുകളായിട്ട് കഴിഞ്ഞവരും മുമ്പേ പ്രസവിച്ചല്ല, കൃത്യമായിട്ടുള്ള പ്രസവം. അത് കീറിലുണ്ടായില്ല, ഹോട്ടലുണ്ടായില്ല. ഇന്ന് 24 മണിക്കൂറും 100 കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നാം മറ്റം പഴയ ഏതെങ്കിലും ഉമ്മമാറാം മറ്റം പ്രസവിച്ചില്ലെങ്കിൽ ആയിട്ട് പ്രസവം. ബാക്കി എല്ലാം കിടന്നതെന്ന് വെച്ചാൽ സെയിം 26 ഒരു വര. ഒക്കെ പ്രശ്നവുമില്ല. ഇന്ന് ഞങ്ങൾ വിളിച്ചോളും, അങ്ങനെ നമ്മൾ പോയിക്കോളും. ഇല്ലെങ്കിൽ ഉള്ള കാര്യം എടുത്തിട്ട് കൈക്കൊണ്ടിട്ട് 20 പോകും. അല്ലെ 26. അതൊക്കെ പ്രശ്നമല്ല. പിന്നെയും വന്നിട്ടിരിക്കുക ഇതേ ടീവിന്റെ മുമ്പിലേക്ക്. ഫാത്തിമയുടെ ചരിത്രം, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം എടുത്ത് നോക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകളാരും ഒരിക്കലും ടിവിന്റെ മുമ്പിൽ ഇരുന്ന്, ഗർഭിണിയായ സമയത്ത് ടിവിന്റെ മുമ്പിൽ ഇരുന്ന് സ്ത്രീക്കൂല. ആരാണ് നഫീസത്തുൽ മിസ്രിയ? ഒരുപാട് ചരിത്രങ്ങൾ